ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഓൺ ക്ലിക്ക് ഈവൻ്റ് എന്നതിനെ കുറിച്ചാണ്. ഓൺ ക്ലിക്ക് ഈവൻ്റ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ഒരു ടാഗിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഓൺ ക്ലിക്ക് എലമെൻറ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ടാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകം ആക്ടിവിറ്റീസ് ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും എന്തുപയോഗിക്കുന്നത് ഓൺ ക്ലിക്ക് ഈവൻ്റ് ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു വാലിഡേറ്റിംഗ് ഒരു ഫോം വാലിഡേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിലൊരു വാർണിംഗ് മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റ് ഓൺ ക്ലിക്ക് ഈവൻ്റ് ഉപയോഗിക്കുന്നത്. ഇത് HTML ഹെഡ്, ടൈറ്റിൽ, സ്റ്റൈല്, സ്ക്രിപ്റ്റ്, ബേസ്, ഐഫ്രെയിം, അതേപോലെ തന്നെ BR, മീറ്റ, പരം എന്നിങ്ങനെ ഈ ടാഗുകൾക്കൊഴികെ ഏത് ടാഗിന് വേണമെന്നുണ്ടെങ്കിലും, അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് ടാഗുകൾക്കൊഴികെ ഏത് ടാഗുകൾക്ക് വേണമെങ്കിലും നമുക്ക് ഓൺ ക്ലിക്ക് ഈവൻ്റ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഓൺ ക്ലിക്ക് ഈവൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 3 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് HTML ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് നമ്മളൊരു ടാഗിന് നമ്മൾ ഓൺ ക്ലിക്ക് എന്ന മെത്തേഡ് ചേർത്ത് കൊടുക്കുകയും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ബട്ടണിലോ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓൺ ക്ലിക്ക് ആക്ടിവേറ്റ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡ് നമുക്കിവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു HTML ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓൺ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് ഞാൻ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പേര് ചേർത്ത് കൊടുക്കാം. ഈ പേര് തന്നെ ആവണമെന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു അലേർട്ട് മെസ്സേജാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്താണോ നമുക്ക് സ്ക്രീനിൽ അലേർട്ട് മെസ്സേജ് ആയിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അലേർട്ടായിട്ട് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് JS എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബോഡി എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ജസ്റ്റ് ഒരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബട്ടൺ ആയതുകൊണ്ട് ബട്ടൺ എന്ന ടാഗാണ് ചേർത്ത് കൊടുത്തത്. ഈ ബട്ടണ് നമ്മളൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കണം. ഓൺ ക്ലിക്ക് എന്നിട്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേരും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ എന്ത് മെസ്സേജ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഞാൻ ക്ലിക്ക് മീ എന്നൊരു മെസ്സേജ് ഞാൻ ആ ബട്ടണിൻ്റെ ഉള്ളിൽ ചേർത്തു. ഇത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. ഞാൻ ലൈവ് സെർവർ വെച്ചിട്ടാണ് റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്യുമ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ സ്ക്രീനിൽ മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളിവിടെ ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് HTML ടാഗിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അടുത്തതായി ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ HTMLൻ്റെ ഉള്ളിൽ ഒരു ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിച്ചത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്കിത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്ത പ്രോഗ്രാമൊക്കെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ HTML എന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു പാരഗ്രാഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, പാരഗ്രാഫിൻ്റെ ടാഗായ P എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ പാരഗ്രാഫിന് നമ്മളൊരു ID ചേർത്ത് കൊടുത്തു. ID ഈക്വൽ ടു എന്നിട്ട് ID എന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കും. ഞാൻ പാര എന്ന് ID ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നമുക്കൊരു മെസ്സേജ് ചേർത്ത് കൊടുക്കുക. ഞാൻ ക്ലിക്ക് മീ എന്ന് ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റായി ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID അതിനുശേഷം നമ്മൾ പാരഗ്രാഫിൻ്റെ ID ഏതാണോ അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഓൺ ക്ലിക്ക് എന്നുള്ളൊരു ഭാഗം ചേർത്ത് കൊടുത്തു. ഓൺ ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു ഈക്വൽ ടു എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ഫംഗ്ഷനാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരേണ്ടത് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് വരേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏത് ഫംഗ്ഷനാണോ നമുക്ക് റൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേര് ഇവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓപ്പൺ ചെയ്തത് ഇവിടെ വെച്ച് സെമിക്കോളൻ വെച്ച് ക്ലോസ് ചെയ്തു. വേണമെന്നില്ല, സെമിക്കോളൻ ഇല്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ നിന്ന് ഈ ഫംഗ്ഷൻ നമ്മൾ മുകളിൽ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ
നമുക്ക് അവിടെ കൊടുത്ത ആ പാരഗ്രാഫിന് നമുക്ക് എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം തന്നെ പാരഗ്രാഫിൻ്റെ പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുത്തു. ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു അതിൽ പുതിയ എന്ത് മെസ്സേജ് ആണോ നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ആദ്യം ക്ലിക്ക് മീ എന്ന മെസ്സേജ് ആയിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് പുതിയ മെസ്സേജ് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ വെൽക്കം ടു JS എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് പാരഗ്രാഫ് എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് അതിനുശേഷം സ്റ്റൈല് ഡോട്ട് അതിനുശേഷം കളർ ഈക്വൽ ടു ഏത് കളറാണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ പാരഗ്രാഫ് എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് സ്റ്റൈല് ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു എന്താണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഫോണ്ടിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫോണ്ടിൻ്റെ സൈസ് സെറ്റ് ചെയ്യാൻ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID പാരഗ്രാഫിൻ്റെ ID ആയ പാരഗ്രാഫ് ഡോട്ട് സ്റ്റൈല് ഡോട്ട് ഫോണ്ട് സൈസ്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഫോണ്ട് സൈസ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു എത്രയാണോ ഫോണ്ട് സൈസ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ 25 പിക്സൽ ഫോണ്ട് സൈസ് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു ബോർഡർ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നിട്ട് ഇവിടെ വന്ന് പാരഗ്രാഫ് പാരഗ്രാഫിൻ്റെ ID ഡോട്ട് സ്റ്റൈല് ഡോട്ട് എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് ബോർഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോർഡർ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു 4 പിക്സൽ അതേപോലെ ബോർഡറിൻ്റെ സ്റ്റൈല് സോളിഡ് അതേപോലെ തന്നെ നമുക്ക് ആ ബോർഡറിൻ്റെ കളറ് റെഡ് എന്നും ചേർത്ത് കൊടുത്തു. സോളിഡ് റെഡ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് ക്ലിക്ക് മീ എന്നുള്ളൊരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് നമ്മളിവിടെ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തിയത് അതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് വെൽക്കം ടു JS എന്നായിട്ടുണ്ട്. അതിൻ്റെ കളർ നമ്മൾ ബ്ലൂ ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് 25 പിക്സൽ ആയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ബോർഡർ 4 പിക്സൽ സോളിഡിൽ റെഡിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മളെങ്ങനെ ക്ലിക്ക് എന്നുള്ള onClick ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ 2 എക്സാമ്പിളാണ് പറഞ്ഞു തന്നത്. ഈ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.